നമസ്കാരം, എല്ലാവർക്കും സുഖമൊന്ന് കരുതട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വിശിഷ്ടമായ ഒരു ഫൈബർ കണ്ടൻറ്റുള്ള ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന പല രോഗങ്ങളുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഓട്സ് ഉണ്ടോ. ഓട്സ് വെച്ചുള്ള വിശിഷ്ടമായ ഒരു ഉപ്പുമാവ് പ്രഭാത ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഒരു 2-3 സവോള, 2 കാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില, പിന്നെ 1 മുറി തേങ്ങായ. ബാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിന് പുറകെ പറയാം. ആദ്യം നമ്മൾ സ്റ്റൗ കത്തിച്ച് ഈ ഓട്സ് ഒന്ന് പൊട്ടിച്ച് നമ്മൾ ആദ്യം ഇത് ചൂടാകുമ്പോൾ ചെറുതായിട്ട് ഒന്ന് വളരെ സ്ലോയിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ പോകും. ഉരുളി കത്തിച്ചു, സ്റ്റൗ കത്തിച്ച് അത് ഉരുളി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് മുമ്പേ കാണിച്ച ഒരു പാക്കറ്റ് ഓട്സ് വളരെ ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കുകയാണ്. നമ്മൾ കാണത്തില്ലേ ഉപ്പുമാവിന് റവയൊക്കെ വറക്കുന്നത് പോലെ അത്രയും വേണ്ട, ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പ്രഭാത ഭക്ഷണമാണ്. അത് കുട്ടികൾക്ക് വളരെയധികം താല്പര്യമുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഡയബറ്റിക് രോഗമൊക്കെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പ്രഷർ അതുപോലുള്ള മറ്റ് അസുഖമുള്ള ആളുകൾക്ക് കഴിക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെയധികം ഫൈബർ കണ്ടൻറ്റ്, പ്രോട്ടീനൊക്കെയുള്ള വളരെ നല്ലതാണ്. അപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വീടുകളിൽ പാലിൻ്റെ അകത്തൊക്കെ പാലൊഴിച്ച് അത് കുറുക്കിയൊക്കെ കാച്ചിയൊക്കെയാണ് കുടിക്കുന്നത്. പക്ഷേ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അതിൻ്റെ താല്പര്യമില്ല. നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് കഴിക്കുന്ന ഷുഗർ രോഗികളുടെ കാര്യം പറഞ്ഞാൽ മതി. നുറുക്ക് ഗോതമ്പ് വെച്ച് കഞ്ഞി കുടിക്കും, പിന്നെ അത് വെച്ച് പല സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മടുപ്പ് ഉണ്ടാകും. അപ്പം അതുണ്ടാകാതെ നമ്മൾ ഈ ഭക്ഷണ സാധനങ്ങൾ വളരെ വൈവിധ്യമായിട്ട് മറ്റ് ചെറിയ ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ താല്പര്യത്തോടു കൂടി കഴിച്ചോളും. അന്നേരം ഇത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് വറുത്ത് കണ്ടമാനം മൂപ്പിച്ച് കളയരുത്. ഞാൻ ഇത് ചെറുതായിട്ട് ഒന്ന് നമ്മൾ സാധാരണ റവയൊക്കെ ഉപ്പുമാവിന് വറക്കുന്ന പോലെ, പുട്ടിന് പൊടി വറക്കുന്ന പോലെ അതിൻ്റെയൊക്കെ ഒരു പകുതി ഇതൊന്ന് ചൂടായി എന്നാണ്. ഈ കവറിൻ്റെ അകത്തൊക്കെ വരുന്ന ഒത്തിരി കാലത്തിന് മുമ്പൊക്കെ ചിലപ്പോൾ പഴക്കമുള്ളതൊക്കെ ആയിരിക്കുമല്ലോ, 1 വർഷത്തെയൊക്കെ പഴക്കമൊക്കെ കാണും കൂടിൻ്റെ അകത്തൊക്കെ വരുന്ന സാധനമല്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ചെറുതായിട്ട് നമ്മളിത് അത് വറുത്ത് ഒരുമാതിരി വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുളി തന്നെ, അത് ഞാനൊരു വലിയ ഇച്ചിരി വലിപ്പമുള്ള ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഉരുളിയിലേക്ക് ചെറിയ ഇതിൽ വറുത്ത് വെച്ചിരിക്കുന്നത് ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് വെക്കാം. ചൂട് ആറട്ടെ. അന്നേരപ്പോഴത്തേന് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഉരുളി അടുപ്പത്ത് വെച്ചു. ചൂടുള്ള ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് 2 കടുക് ഇട്ടു. കടുക് പൊട്ടുന്ന താമസം ഇങ്ങോട്ട് നോക്കിയാൽ ഈ സാധനങ്ങളാണ് നമ്മൾ മുമ്പേ ചിത്രത്തിൽ കാണിച്ച 2 സാധനങ്ങളാണ്. സവോള അരിഞ്ഞത് കാണിച്ചത്, ഒരു 2 സവോള അരിഞ്ഞത്, കാരറ്റ് അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ നമ്മൾ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങൾ ആദ്യം നമ്മൾ എണ്ണ വെച്ചു. അതിലേക്ക് കടുകിട്ടു, 2 വറ്റൽമുളക് ഇട്ടു, കരിയാപ്പില ഇട്ടു, സവോള ഇട്ടു. അതിൽ അരിഞ്ഞ് സവോള ഇത് തിളച്ച് വരുമ്പോഴത്തേന് ഇതിൻ്റെ ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർക്കണം. ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഉപ്പ് ചേർക്കാതിരുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ കേട്ടോ, കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നു ഓട്സ്. അപ്പോൾ തീ സിമ്മിലാക്കുക. ഓട്സ് ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് ഇപ്പം നമുക്ക് ഒരു വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് തോന്നും. പക്ഷേ ഇതിപ്പോൾ തന്നെ ഈ വെള്ളം പറ്റുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും. ഇത് കുക്കാകാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. തേങ്ങ എന്നിട്ട് കൂട്ടത്തിൽ നമ്മൾ ഈ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അല്പം തേങ്ങ കൂടെ ഇട്ടാൽ അപ്പം ഞാൻ ഏകദേശം 1 കിലോ ഓട്സ് ഉണ്ടായിരുന്നു, 1 തേങ്ങ ചേർത്തിട്ടുണ്ട്.
അപ്പം ഇതിൽ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. ഉപ്പ് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് കാരറ്റും കൂട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഈ കാരറ്റ് ഒക്കെ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഈ ഉപ്പുമാവൊക്കെ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ ഒരു കണ്ടാൽ നല്ലൊരു ഭംഗി, കുഞ്ഞുങ്ങൾക്ക് ആ കുട്ടികൾ ഇത് കഴിക്കുമ്പോൾ അവർക്ക് വളരെയധികം താല്പര്യം ഉണ്ടാകും. ഇനിയും ഇത് തോർത്തി ഇതിപ്പോൾ നമ്മൾ ഇളക്കി ഒന്ന് തോർത്തിയെടുക്കുമ്പോൾ വളരെ ടേസ്റ്റബിളായിട്ട് വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ഓട്സ് ഉപ്പുമാവ് കണ്ടോ. നല്ല അതിൻ്റെ മുകളിൽ ഞാനൊരു ഒന്നൊന്നേ തൊടാതെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. ഇത് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, അതിന് വെള്ളം ആ പാകത്തിനുള്ള വെള്ളം കണക്കിന് ഒഴിക്കണം. കൂടിപ്പോയാൽ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടാണ്. അത് അന്നേരം ഉപ്പുമാവ് കണ്ടോ നല്ല സ്റ്റൈലായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്ത് ഇട്ടിട്ടുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് നമ്മുടെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഓട്സ് എന്ന് പറയുന്ന ഒരുമാതിരി പ്രായമുള്ള എല്ലാ ആളുകളുള്ള വീടുകളിലെല്ലാം ഇത് മേടിച്ച് സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് രാവിലെ എഴുന്നേക്കാൻ താമസിച്ചാൽ നമുക്ക് അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാവുന്ന ഒരു വിഭവമാണ് ഇത്. ഇന്നത്തെ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ബെല്ല് അടിച്ച് ഞങ്ങളുടെ ഈ ചാനൽ വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം. മറ്റൊരു വിഭവമായി കാണുന്നതുവരെ നമസ്കാരം.